നീക്കങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ഒടുവിൽ പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം ഇന്ന് അവസാനിക്കുന്നു. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടപ്പിലാക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കം ലോക്സഭയിൽ ദയനീയമായി പരാജയപ്പെട്ടത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. തമിഴ്നാട്, ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് നടത്തിയ ഈ നീക്കം പാളിയതോടുകൂടി പരാജയഭീതി മറയ്ക്കാൻ കുപ്രചാരണവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് BJP. ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രതിപക്ഷം വനിതകൾക്കെതിരാണെന്ന വാദമുയർത്തി BJP എംപിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വനിതാ സംവരണത്തോടല്ല, മറിച്ച് അതിന്റെ മറവിൽ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള മണ്ഡല പുനർനിർണയ നീക്കത്തോടാണ് വിയോജിപ്പെന്നും പ്രതിപക്ഷം കൂട്ടിച്ചേർത്തു. ബംഗാൾ, തമിഴ്നാട് തിരഞ്ഞെടുപ്പുകളിൽ വനിതാ വോട്ടുകൾ ഏകീകരിക്കാനാണ് BJP ഈ ബില്ലിനെ ആയുധമാക്കിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ വിഷയം സജീവമായി നിലനിർത്തുവാനാണ് BJPയുടെ നീക്കം. എന്നാൽ ജനാധിപത്യത്തെയും ഫെഡറൽ തത്വങ്ങളെയും അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധം തുടരുമെന്ന് ഇന്ത്യ മുന്നണി അറിയിച്ചു. സഭയുടെ അവസാന ദിവസമായ ഇന്ന് ഭരണ പ്രതിപക്ഷ വാഗ്വാദം കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.